അബിയുടെ ഡ്രസ്സിംഗ് സ്റ്റൈലിന് സമ്മതിക്കണം. എന്താ ഒരു കോമ്പിനേഷൻ, ബ്ലൂ ആൻഡ് ബ്ലാക്ക്. ഏയ് ചേച്ചി, നീ എന്തിനാ അതെടുക്കുന്നേ? ഇതെന്താ ചെയ്തേ? അബിയുടെ കർച്ചീഫിനെ നീ ദൂരെ എറിഞ്ഞു. അബിയുടെ ഫാൻസ് ഇതിനു വേണ്ടി എന്തൊക്കെ ചെയ്യുന്നറിയോ? They can die for this. എന്നാൽ ഇതിനെ കഴുകി ഫ്രെയിം ചെയ്ത് ചുവരി തൂക്കിയിട്ടേക്ക്. വാവ് ചേച്ചി, നീണ്ടല്ലോ, ശരിക്കും നല്ലൊരു ഐഡിയ തന്നെ. ഇത് ഡ്രോയിങ് റൂമിലായിരിക്കും എന്റെ റൂമിലായിരിക്കും നന്നായിരിക്കുന്നേ? എന്റെ റൂമിലായിരിക്കും അല്ലേ? ആദ്യം ഇത് പോയി കഴുകണം, എന്നിട്ട് വേണം വോളിൽ തൂക്കാൻ. എവിടെ പോവാ രച്ചു? ഏട്ടത്തി, അത് ആകാശിന്റെ ഫോൺ വന്നിട്ടുണ്ടായിരുന്നു. അവൻ എന്നെ കാണാൻ വേണ്ടിയാ വിളിച്ചത്. അവന്റെ അമ്മ എന്നോട് കാണിച്ചതിനൊക്കെ അവന് ക്ഷമ പറയണമെന്ന്. അതൊക്കെ നിനക്ക് ക്ഷമിക്കാൻ പറ്റുമോ? എനിക്ക് പറ്റില്ല. എന്നാൽ എന്നോട് ചെയ്തതിനൊക്കെ എനിക്ക് പകരം ചോദിക്കണമെന്നുണ്ട്. അവൻ കാരണം എന്റെ ഏട്ടൻ എന്നോട് മിണ്ടുന്നില്ല. അമ്മയും വളരെ വിഷമിക്കുന്നുണ്ട്. നോക്ക് രച്ചു, നീ അയാളെ കാണാനാണ് പോകുന്നതെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. ഇക്കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഇതുവരെ സംസാരിച്ചിട്ട് കൂടിയില്ല. അയാൾക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കണം. പിന്നെ ജീവിതം നിന്റേതാണ്, അതുപോലെ തീരുമാനവും നന്നായി ആലോചിച്ച് തീരുമാനിക്ക. നീ എന്ത് തീരുമാനം എടുത്താലും ഞാൻ ഒപ്പം ഉണ്ടാവും. താങ്ക്സ് ഏട്ടത്തി. പോയിട്ട് വരാം. രച്ചുന് അവളുടെ സ്നേഹം കിട്ടിയെങ്കിൽ എനിക്കോ കിട്ടിയില്ല. അതുകൊണ്ട് എനിക്ക് അവളുടെ വിഷമം മനസ്സിലാക്കാൻ പറ്റും. എന്താ വിഷമിച്ചിരിക്കുന്നേ? നീ ഇത്രയ്ക്ക് ഒന്നുമില്ലമ്മ. ഇത്ര സന്തോഷത്തിന്റെ സമയത്തും എല്ലാവരും പെട്ടെന്ന് എന്താ സങ്കടത്തിലായത്? ഞാനുണ്ടല്ലോ. അത് മാധവിയും സുരേഷും നിന്റെ സുരേഷിന്റെ കല്യാണക്കാരി സംസാരിക്കാൻ വിട്ടുപോയി. ഡേറ്റ് കുറിക്കണ്ടേ? രചനയുടെ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങുമ്പോഴേക്കും ഞാൻ സമയം നോക്കി മാധവിയോട് നിന്റെ സുരേഷിന്റെ കല്യാണക്കാരി സംസാരിച്ചോളാം. അതുവരെയും വിഷമിക്കല്ലേ. അമ്മയോടിപ്പോ സത്യം പറയാൻ പറ്റില്ല. സുരേഷിന് വാക്ക് കൊടുത്തതാ. പറയുമ്പോ നമ്മൾ ഒരുമിച്ച് പറയൂന്ന്. നിന്നെ ഒരുപാട് നാൾ ഈ വീട്ടിൽ വെച്ചോണ്ടിരിക്കില്ല. അതെ, നമ്മുടെ മണ്ഡപം എങ്ങനെ അലങ്കരിക്കുമെന്നറിയൂ? അയ്യേ, ഇത്രയധികം ചെളിയും പൂശി നീ എവിടുന്നാ വരുന്നേ? നോക്ക, ഞാനൊരു ചായ ഉണ്ടാക്കി തരാം. നിന്റെ ആ കട്ടൻ ചായ, പിന്നെ കൂട്ടത്തില് ഇഞ്ചി ഇട്ടേക്കാം. നിനക്ക് ഇഷ്ടമല്ലേ? അപ്പോഴേക്ക് നീ പോയി എന്താ ഇഞ്ചി ഇടഞ്ഞ്. എനിക്കറിയാം നിനക്ക് ആ തരിതരിയായിട്ടുള്ള ഇഞ്ചി കഷ്ണം ഇഷ്ടമാണെന്ന്. ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. എവിടെ പോവാണ് മാഡം? ബൈക്കുണ്ട് ഞങ്ങളുടെ കയ്യിൽ. എവിടെയാണെന്ന് പറഞ്ഞാ കൊണ്ടാക്കാം. ലക്ഷണം കണ്ടിട്ട് ഒരിടത്തും കൊണ്ടുപോണ്ടെന്നാ തോന്നുന്നത്. ബോറടിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കൂടെ ടൈം പാസ് ചെയ്യാം. ഞങ്ങൾ 4 പേരും ഫ്രീ ആണ് മാഡം, നിങ്ങൾക്ക് വേണ്ടി. അനാവശ്യം പറയരുത്, മനസ്സിലായോ? അയ്യോ, മെല്ലെ മെല്ലെ, അല്ലെങ്കിൽ അത് കുഞ്ഞിനെ ബാധിക്കും. എന്നാൽ ഒരു കാര്യം ചെയ്, സ്വന്തം കുഞ്ഞിന്റെ അച്ഛനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചതാ. എന്താ? അതെ മാഡം, നിൽക്കുന്നേ. നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലേ മാഡം? അമ്മേ, എനിക്കൊരു കാര്യം മനസ്സിലാകുന്നില്ല. ആദ്യം അമ്മ രചനയും കൊണ്ട് എന്നോട് ഡേറ്റിങ്ങിന് പോകാൻ പറഞ്ഞു, റൈറ്റ്? പിന്നെ എന്നോട് അങ്ങോട്ട് പോകണ്ടെന്നും പറയുന്നു. ഇത് എന്താ അമ്മയുടെ തലയിൽ ഓടുന്നത്? തന്ത്രങ്ങളാണ് എന്റെ തലയിലൂടെ ഓടുന്നത്. അവരുടെ വീട്ടിൽ പോയി നമ്മളൊരു കളി കളിച്ചില്ലേ, അതൊക്കെ നമ്മുടെ മറ്റൊരു തന്ത്രമാണ്. പോരാഞ്ഞിട്ട് നമ്മൾ അവിടെ ആലോചനയും കൊണ്ട് ചെന്നില്ലേ നാട്ടുകാരെ ബോധിപ്പിക്കാനായിട്ട്. ശരിക്കുള്ള രസം ഇനിയല്ലേ. അവറ്റകൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ നാട്ടുകാരവരെ നോക്കി തൊലി ഉരിഞ്ഞു കളയും. ഇവിടെ വെച്ചോളൂ. ആ അരിയുടെ ചാക്ക് ഇവിടെ വെച്ചോളൂ. പരിപ്പിന്റെ ചാക്ക് അതിനടുത്തേക്ക് വെക്കൂ. അതെ, ശരി സർ. നിങ്ങളോടൊക്കെ ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ, പക്ഷെ നിങ്ങളത് മനസ്സിലാക്കാത്തത് എന്താ? കഴിഞ്ഞ തവണ ഇവിടെ ഒരു വര വരച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നിങ്ങളുടെ കട നടു റോഡിൽ ഇടുവാന്നോ? വരുന്നവർക്കും പോകുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ലേ? നിങ്ങൾ കൊള്ളാവില്ലോ. പിന്നെ ചേട്ടാ, നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾ ചവറ് ഓടയ്ക്കുള്ളിൽ ഇടുന്നത് എന്തിനാ? ഒന്ന് ആലോചിച്ചോ. ഓട നിറഞ്ഞു പോയാൽ മഴ പെയ്യുന്ന സമയത്ത് വെള്ളം മുഴുവൻ റോഡിലോട്ട് കയറും. പിന്നെ അതേ വെള്ളം നിങ്ങളുടെ വീട്ടിലോട്ടും കയറും. നിങ്ങളുടെ വീട് ചീത്തയാകത്തുള്ളൂ. തുപ്പുന്നത് പോലും ഇവിടെ തന്നെ. വെള്ളവും ഇവിടെ ഒഴിക്കും, ചവറും ഇവിടെ കൊണ്ട് തന്നെ ഇടും. നിങ്ങൾക്ക് ആർക്കും വൃത്തി ഇഷ്ടമല്ലേ? കൊള്ളാവല്ലോ നിങ്ങളൊക്കെ. അതെ,
ഞങ്ങളുടെ വീട്ടിലെ ചപ്പച്ചവർ അവിടെ ഇരിക്കട്ടെ, ആദ്യം നിങ്ങളുടെ വീട് വൃത്തിയാക്ക്. ഞങ്ങളുടെ വീട്ടിലെ ചപ്പച്ചവർ അവിടെ ഇരിക്കട്ടെ, ആദ്യം നിങ്ങളുടെ വീട് വൃത്തിയാക്ക്. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? വളച്ചു കിട്ടാതെ പറയാൻ നോക്ക്. നേരെ ചൊവ്വേ പറ. അത്രയ്ക്ക് നിഷ്കളങ്കനൊന്നും ആവണ്ട. നിങ്ങളുടെ സഹോദരി എന്താ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ഇത് മാന്യന്മാർ താമസിക്കുന്ന സ്ഥലമാണ്, അതുകൊണ്ട് ഇതൊന്നും ഇവിടെ നടക്കില്ല. നിങ്ങളോട് ഞാൻ മര്യാദയ്ക്ക് പറയുക, നിങ്ങൾ ഇവിടം വിട്ട് വേറെ എവിടേക്കെങ്കിലും പൊയ്ക്കോ, അല്ലെങ്കിൽ നാണം കെടുത്ത് ഇവിടെ നിന്ന് പറഞ്ഞയക്കും. അതെ, ഞങ്ങൾ കരുതിയത് ആ കുട്ടിയുടെ വിവാഹം മുടങ്ങിപ്പോയെന്നാണ്. അതെ, ഈ കാര്യം കേട്ട് ഞങ്ങൾ എന്തുമാത്രം വിഷമിച്ചെന്നു. ഇവിടെയുള്ള എല്ലാരും വിഷമിച്ചു. അതെ അതെ, സത്യമാണ് പറയുന്നത്. പക്ഷെ ഇവിടെ സംഗതി തന്നെ വേറെ അല്ലേ? എന്ത് സംഗതി? അതെ, സംസാരിക്കുന്ന സൂക്ഷിച്ച് സംസാരിക്കണം. ഇവൻ പിന്നെയും തുടങ്ങിയോ? സുരേഷ് ഏട്ടാ, ഞങ്ങൾ എന്തിനാ മിണ്ടായിരിക്കുന്നത്? നിങ്ങളല്ലേ നിയമം ഉണ്ടാക്കിയത് ഇവിടെ തെറ്റായിട്ടൊന്നും സംഭവിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ്. ഓർമ്മയില്ലേ ആ കുട്ടിയെ? 13-ാം നമ്പറിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നവരെ. ആ കുട്ടി എന്തോ കുഴപ്പം കാണിച്ചില്ലേ? അപ്പൊ സെക്രട്ടറി നിങ്ങൾക്ക് നോട്ടീസ് അയച്ച് അവരെ ഇവിടുന്ന് ഒഴിപ്പിച്ചു. ആ പെണ്ണ് ചെയ്തത് തെറ്റായിരുന്നെങ്കിൽ കല്യാണം കഴിക്കാതെ പ്രഗ്നന്റ് ആവുന്നതും തെറ്റല്ലേ? എന്ത് അനാവശ്യമാണ് നിങ്ങൾ ഈ പറയുന്നേ? എന്റെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞതാ. അപ്പൊ 2 ദിവസം മുമ്പ് അവളുടെ 2ാം ഘട്ടമാണ് നടത്തിയത്. അതെ, ഇപ്പൊ നിങ്ങൾ അതിനേക്കാളും വലിയ തെറ്റ് ചെയ്യുകയാണ്. ഇനി പറയും, ഈ കംപ്ലൈന്റ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം. നിങ്ങൾ എന്റെ കട പൂട്ടിച്ചത് എന്ത് പറഞ്ഞിട്ടായിരുന്നു? ഞാൻ പഴകിയ എണ്ണ വിൽക്കുന്നു പറഞ്ഞിട്ട്. എന്റെ കടയിലെ സാധനം കഴിക്കുന്നവരുടെ വയറ് ചീത്തയാവുന്നു. ഇപ്പൊ നീയും നിന്റെ വീട്ടുകാരും ചേർന്ന് ചെയ്ത ഈ കാര്യം കാരണം ഈ സൊസൈറ്റി മുഴുവൻ ചീത്തയാവുകയാണ്. ബാക്കിയുള്ളവരുടെ തെറ്റുതിരുത്താൻ നടക്കുന്നു. ആദ്യം സ്വന്തം പെങ്ങളെ തെറ്റുതിരുത്തും. എന്താ ചെയ്യുന്നത്? ഇവിടെ ആകെ അടിയുണ്ടാക്കില്ല. പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. എന്താ ഇവിടെ പ്രശ്നം? ഇയാൾക്ക് എന്റെ പെങ്ങളെ കുറിച്ച് അനാവശ്യം പറയാൻ പറ്റും? നിങ്ങൾ ആദ്യം മര്യാദയ്ക്ക് സംസാരിക്കും. ഇയാൾ പറഞ്ഞാൽ എന്താ തെറ്റ്? സത്യമല്ലേ? മുമ്പ് നിങ്ങൾ ഈ കുട്ടിയെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടു, കാരണം നിങ്ങൾക്ക് ആ കുട്ടിയുടെ ജോലി ഇഷ്ടമായില്ലെന്ന്. നോക്ക്, നമ്മൾ ആ കുട്ടിയെ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞതാണ്. നിങ്ങൾ സ്വയം ആ കുട്ടിയോട് സംസാരിച്ചതുമാണ്. നോക്കൂ മിസ്റ്റർ സുരേഷ്, നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. നിങ്ങളുടെ പെങ്ങൾ എന്താ ചെയ്തതെന്ന് നിങ്ങൾക്കും അറിയാലോ, ഞങ്ങൾക്കും അറിയാം. നിങ്ങളുടെ പെങ്ങൾക്ക് ഇനി ഇവിടെ നിൽക്കാനാവില്ല. അവരിവിടുന്ന് പോകണം. വേണമെങ്കിൽ അവരുടെ കൂടെ നിങ്ങളും പൊയ്ക്കോ. ഈ തീരുമാനം എന്റേത് മാത്രമല്ല, സൊസൈറ്റിയിലെ കമ്മിറ്റിയുടെ തീരുമാനമാണ്. വരൂ വരൂ സഞ്ജയ്. വരൂ. ഒരു മിനിറ്റ് സർ, അദ്ദേഹത്തെ ഇവിടെ നിന്ന് പുറത്താക്കാൻ നിങ്ങൾ ആരാണ് സർ? ഞാൻ ഇവിടുത്തെ സെക്രട്ടറിയാണ്. അക്കാര്യം നിങ്ങൾക്ക് ഇന്നാണ് ഓർമ്മ വന്നത്? സെക്രട്ടറിയുടെ കടമകൾ ഇന്നാണ് ഓർമ്മ വന്നത്? റോഡിലെ കുഴികൾ കാരണം ആക്സിഡന്റ് ഉണ്ടാവുമ്പോഴും കുട്ടികൾക്ക് മുറിവ് പറ്റുമ്പോഴും എവിടെയായിരുന്നു നിങ്ങൾ? സുരേഷ് ആയിരുന്നു BMC ഓഫീസിൽ പോയി കംപ്ലൈന്റ് ചെയ്ത് കുഴികൾ അടപ്പിച്ചത്. മഴയത്തെ എല്ലാവരുടെ വീടുകളിലും വെള്ളം കയറി. അപ്പോഴും കംപ്ലൈന്റ് ചെയ്യാൻ ഈ സുരേഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുനിസിപ്പാലിറ്റിയിൽ നിന്നും ആളുകളെ വിളിച്ച് വീടുകൾ വൃത്തിയാക്കിച്ചു. പിന്നെ സർ, ഈ സ്ട്രീറ്റ് ലാമ്പുകൾ, ഇതിന് ചുവട്ടിലിരുന്ന കുട്ടികൾ കളിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. ഇത് ചീത്തയായപ്പോഴും BMC ഓഫീസിൽ കംപ്ലൈന്റ് കൊണ്ടുപോയത് സുരേഷ് ആയിരുന്നു സർ. ആരും വരാതെ അദ്ദേഹം തന്നെ അത് ശരിയാക്കി ഷോക്ക് വരെ അടിച്ചു. നിങ്ങൾ എന്താ ഇദ്ദേഹത്തിന് ശമ്പളം കൊടുക്കുന്നുണ്ടോ? അതോ ഇദ്ദേഹം ഇവിടുത്തെ സെക്രട്ടറിയോ ചെയർമാനോ ആണോ? അല്ലല്ലോ. രാത്രിയും പകലും ഇദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, കാരണം നിങ്ങളുടെയൊക്കെ ജീവിതം നന്നായി പോവാൻ. പക്ഷെ ഇന്ന് അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോ എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ടതിന് പകരം ഇവിടുന്ന് ഇറങ്ങി പോവാൻ പറയാണോ ചെയ്യുന്നത്? ഇദ്ദേഹത്തിന്റെ സഹോദരിയുടെ ജീവിതം നശിപ്പിച്ചവരുടെ വാക്കുകളാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? കുറച്ചുകൂടെ മര്യാദ കാണിക്കണം. ആപത്ത് കാലത്ത് ബന്ധുക്കളെക്കാളും അയൽക്കാരാ സഹായിക്കേണ്ടത്. ഇവിടെ നിങ്ങൾ തന്നെ നാണം കെടുത്താൻ ഇറങ്ങി തിരിച്ചിരിക്കുക. തീരുമാനം എടുക്കാനുള്ളത് എടുത്തു കഴിഞ്ഞു. ഇവർക്ക് ഇവിടുന്ന് പോകേണ്ടി വരും. അഥവാ ഇവിടുന്ന് പോയില്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. എക്സ്ക്യൂസ് മീ സർ, ബലം പ്രയോഗിച്ച് എങ്ങനെ ഇറക്കി വിടും? ഈ വീട് എന്റേതാ, വാടക വീടല്ല, എന്റെ സ്വന്തം. ആരെങ്കിലും ഒന്ന് നോക്കുകയോ കൈ നീട്ടുകയോ ഒരടി എടുത്ത് വയ്ക്കുകയോ ചെയ്യില്ല. രചന ഇവിടെ താമസിക്കും, ഈ വീട്ടിൽ. വരൂ സുരേഷ്. നിനക്ക് എന്തിന്റെ കേടായിരുന്നു നടുതെരുവി വെച്ച് എന്നെ പ്രശംസിക്കാനായിട്ട്? ഞാൻ സംസാരിക്കായിരുന്നില്ലേ? പിന്നെ ഒരു കാര്യമില്ലാതെ ആ സെക്രട്ടറിയോട് നീ വഴക്കടിക്കാൻ പോയെന്തിനാ? നീ എന്താ സ്വയം ഝാൻസി റാണിയാണെന്നാണോ കരുതിയിരിക്കുന്നത്? സുരേഷ്, ഞാനത് എന്ത് ഞാൻ വെറുതെ? നിനക്കെന്താ തോന്നിയത്? എന്റെ കുടുംബത്തിന്റെ തലയിൽ കൂടി പ്രശ്നങ്ങളുടെ മല ഇടിഞ്ഞു വീണെന്നോ? എന്നെ നിരാലംബനായിട്ടാണോ നിനക്ക് തോന്നുന്നത്? അതുകൊണ്ടാണോ നീ അങ്ങോട്ട് വന്ന് നിനക്ക് വായി തോന്നി അതും ഇതുമൊക്കെ വിളിച്ചു പറഞ്ഞത്? പ്രിയ നിന്നെ ഒന്ന് സഹായിക്കണമെന്നേ കരുതിയുള്ളൂ. നീ എന്തൊക്കെ ഇവിടെ ആന്റി, അതാണ് എന്റെ പേടിയും. ഇവൾ എന്നെ സഹായിക്കുന്നത്. പക്ഷെ ഇവൾ ഒരു കാര്യം മറന്നുപോയി. എന്നെ സഹായിക്കുന്ന തന്ത്രപ്പാടിൽ എത്ര വലിയ ആപത്താണ് ഇവൾ ഈ വരുത്തി വെച്ചിരിക്കുന്നതെന്ന്. അവിടെ വെച്ച് ഒന്നും നോക്കാതെ മുഴുവൻ സൊസൈറ്റിയും ചലഞ്ച് ചെയ്തിരിക്കുകയാണ്. ആരാണ് രച്ചുവിനെ എന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതെന്ന് ഇനി ആന്റി തന്നെ പറ. അഥവാ ആ സെക്രട്ടറി ഇവളുടെ പിറകെ കൂടിയാലോ? ഓൾറെഡി രച്ചു എന്തൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി എന്റെ പേരും പറഞ്ഞ് നിങ്ങളും കൂടി കഷ്ടപ്പെടുന്നത് എനിക്ക് കാണാൻ വയ്യ.
ഒരു പ്രാവശ്യം നീ ചിന്തിക്കാത്തെന്താ? ഈ സൊസൈറ്റിയിൽ ജീവിച്ചുകൊണ്ട് ഇവിടെയുള്ളവരെ തന്നെ വെല്ലുവിളിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് നിനക്കതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു സുരേഷ്. നിങ്ങളുടെ പ്രോബ്ലംസ് എന്റെയും കൂടി പ്രോബ്ലംസാ. ആന്റി, ഇവളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. ഇല്ല മോനെ, മനസ്സിലാക്കാനുള്ളത് അവളെയല്ല, നിന്നെയാ. നീ എന്താ പറഞ്ഞത്? ഇവിടെ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അവർക്ക്. അതെ, ഞങ്ങൾ ഇത്ര വർഷമായിട്ട് ഒറ്റയ്ക്കാ ജീവിച്ചത്. നീ വന്നത് മുതൽ ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ശരിയാക്കുകയായിരുന്നു. നീ ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ശരിയാക്കി. ഞങ്ങൾ ആരും നിന്നെ തടഞ്ഞില്ലല്ലോ. ഞങ്ങൾ സ്നേഹത്തോടെ നിന്നെ ഈ വീട്ടിലെ അംഗമാക്കി. ഇന്ന് നിനക്കൊരു പ്രശ്നം വന്നപ്പോ പ്രിയ നിന്നെ ഒന്ന് സഹായിച്ചെന്ന് വെച്ച് നീ ഇത്രയ്ക്ക് ദേഷ്യപ്പെടുന്ന എന്തിനാ? നിന്റെ പ്രശ്നം കണ്ട് ഞങ്ങൾ എന്താ മുഖം തിരിക്കണോ? അവള് നീ ഒരു അയൽക്കാരനായാൽ പോലും സഹായിച്ചേനെ. പിന്നെ ഇന്ന് ഈ വീട്ടിലെ മരുമകനാവാൻ പോകുന്നവനാ നീ. ഞങ്ങളെ സഹായിക്കും, നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും. അയ്യോ രച്ചു, എന്തു പറ്റി മോളെ? നീ എന്തിനാ കരയുന്നേ? ആകാശ് എന്നെ കാണാൻ വിളിച്ചിരുന്നു, പക്ഷെ അവൻ അവിടെ വന്നതേ ഇല്ല. ഞാൻ അവന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുമ്പോ അവിടെ സ്ട്രീറ്റിലെ കുറച്ച് പയ്യന്മാരെന്നോട് എനിക്കറിയാമോളെ, ഇതൊന്നും നിന്റെ തെറ്റല്ല. നീ ആകാശിനെ വിശ്വസിച്ചു, അവന്റെ സ്നേഹത്തെ വിശ്വസിച്ച് അവനെ വിവാഹം കഴിച്ചു. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എവിടെ പോവും? ആരോട് സംസാരിക്കും? ആ ചേച്ചി, നിങ്ങളുടെ ജോത്സ്യൻ പെട്ടെന്ന് തീയതി കുറിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരു എതിർപ്പും ഇല്ല കേട്ടോ. ഞങ്ങളുടെ ഇവിടെ ഒരുക്കങ്ങളൊക്കെ ഇപ്പോഴേ തുടങ്ങി. അതെ അതെ, ഇപ്പോഴേ തുടങ്ങി. ബൈ. ഇതൊക്കെ ചോദിക്കാനുണ്ടോ? ഇവർക്ക് കല്യാണത്തിന് ഇപ്പോഴേ ധൃതിയായോ? പ്രേം, ഇവിടൊക്കെ എന്തൊരഴുക്കാ. നിങ്ങൾ നന്നായിട്ട് വൃത്തിയാക്കാത്തത് എന്താ? മമ്മിക്ക് വൃത്തിയില്ലായ്മ ഇഷ്ടമല്ലെന്നറിയില്ലേ? നിങ്ങളുടെ ശമ്പളം കുറയ്ക്കുമ്പോ പരാതി പറഞ്ഞാലുണ്ടല്ലോ. അത് മമ്മിക്ക് വൃത്തിയില്ലായ്മ ഇഷ്ടമല്ലല്ലോ, അതാ അയാളെ വഴക്ക് പറഞ്ഞത്. ഞാൻ ചെയ്തത് ശരിയല്ലേ? അത് മമ്മി, അവർക്ക് കല്യാണത്തിന് ധൃതിയാണെന്ന് പറഞ്ഞിട്ട് മമ്മി സമ്മതിച്ചോ? രചനയുടെ ചേട്ടനും രചനയും ഇവിടെ DNA റിപ്പോർട്ട് കൊണ്ടുവന്ന അമ്മൂമ്മയുടെ അടുത്ത് കൊണ്ടുവന്ന പിന്നെ എന്ത് ചെയ്യും? അമ്മൂമ്മ പിന്നെ കല്യാണം നടത്താനേ സമ്മതിക്കില്ല. നിന്റെ അമ്മ വീട്ടിൽ നിന്ന് വന്നത് മുതൽ മന്ന ബുദ്ധിയെ പോലെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയതാണല്ലോ. മിഡിൽ ക്ലാസ് ആൾക്കാർക്ക് ഒരേ ഒരു വിലപിടിപ്പുള്ള വസ്തുവേ ഉള്ളൂ, അതാണ് അവരുടെ മാനം. രജനിയുടെ പ്രഗ്നൻസി കാരണം അല്ലെങ്കിലേ അവരുടെ മാനം പോയിരിക്കുക. DNA ടെസ്റ്റിന്റെ കാര്യം അവർക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് പെൺകുട്ടികളുടെ അച്ഛനമ്മമാർ മിണ്ടാതിരിക്കാനേ നോക്കുള്ളൂ. ആരും മുന്നോട്ട് വരില്ല. സ്ത്രീ സമത്വം എന്നൊക്കെ എത്ര വാദോരാതെ പറഞ്ഞാലും ഏതെങ്കിലും ഒരു പെണ്ണും ചെറുക്കനും തെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ തെറ്റ് മുഴുവൻ പെണ്ണിന്റെ തലയിലായിരിക്കും വരിക. ലോകം മുഴുവൻ പെണ്ണിനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. അവരൊരിക്കലും DNA ടെസ്റ്റ് നടത്തില്ല. നോക്കൂ ആന്റി, പറഞ്ഞല്ലേ ഞാൻ, എനിക്ക് ബുൾബുളില്ലാതെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന്. ശരിക്കും നിനക്ക് തോന്നുന്നുണ്ടോ നീ അത്ര വലിയ കാര്യമാണ് ചെയ്തതെന്ന്? ഒരു ചെറിയ പേപ്പറിന്റെ കഷ്ണം കണ്ടെടുക്കാൻ തന്നെ 6 മണിക്കൂർ വേണ്ടി വന്നു. വേണമെങ്കിൽ എല്ലാ അപ്പോയിന്റ്മെന്റും നിനക്ക് എന്നോട് ചോദിക്കാമായിരുന്നു, പക്ഷേ ഇല്ല. കാരണം നിനക്ക് പ്രൂവ് ചെയ്യണമായിരുന്നു ബുൾബുൾ ഇല്ലാതെ നീ എല്ലാം മാനേജ് ചെയ്യുമെന്ന്. അതുകൊണ്ടാ നീ 6 മണിക്കൂർ കൊണ്ട് ഇത് തന്നെ ചെയ്തോണ്ടിരുന്നത്. എത്രയൊക്കെ കള്ളം പറഞ്ഞാലും സ്വന്തം മനസാക്ഷിയോട് കള്ളം പറയാൻ പറ്റില്ല. ബുൾബുളിനോടുള്ള നിന്റെ ഫീലിങ്സ് ഉണ്ടല്ലോ, എത്രയൊക്കെ ശ്രമിച്ചാലും നിനക്കത് ഒളിപ്പിക്കാൻ പറ്റില്ല. എന്ത് ഫീലിങ്സ് ആന്റി? എന്റെ ഉള്ളിൽ അവൾക്ക് വേണ്ടി ഒരു ഫീലിങ്സും ഇല്ല. നീ പറയുന്നതൊന്നും നിന്റെ കണ്ണ് സമ്മതിക്കുന്നില്ലല്ലോ. നീ അവളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിന് കാരണം നിനക്ക് പേടിയായതുകൊണ്ടാണ്. നീ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന പേടി. അങ്ങനെയൊന്നുമില്ല. 5 വർഷമായിട്ട് നിന്റെ ഒപ്പം ജോലി ചെയ്യുകയാണ് പ്രണവ്. ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല നീ ഇങ്ങനെ ഒരു പെൺകുട്ടികളോടും പെരുമാറുന്നത്.
അവൾ ഇവിടുന്ന് പോയത് മുതൽ അവളെക്കുറിച്ചാണ് നീ കൂടുതലും ചിന്തിക്കുന്നത്. കാരണം നിനക്കറിയാം നീ അവളോട് ചെയ്തത് ഒട്ടും തന്നെ ശരിയായില്ല എന്ന്. അങ്ങനെയൊന്നും അല്ല ആന്റി. ശരി, അപ്പോ നിന്റെ ഉള്ളിൽ അവൾക്ക് വേണ്ടി ഒരു ഫീലിങ്സും ഇല്ലെങ്കിൽ അവളെ തിരിച്ചു വിളിക്ക് ജോലിക്ക്. ഐ വിൽ അഡ്മിറ്റ്, ഞാൻ ചിന്തിച്ചത് തെറ്റായിരുന്നുവെന്ന്. ആൻഡ് യു ആർ ആബ്സല്യൂട്ട്ലി റൈറ്റ്. ചേച്ചി, നീ രജനെ ആകാശിനെ കാണാൻ സമ്മതിക്കണ്ടായിരുന്നു. വളരെ വൃത്തികെട്ട ചെറുക്കനവൻ. ഓ, അതിനേക്കാളും വൃത്തികെട്ടവനാ എന്റെ ബോസ്. ഓഫീസിൽ നിന്നാ കോള് വരുന്നത്. ഹലോ, പ്രണവാണ്. നിങ്ങളോ? ഇപ്പൊ എന്തിനാ നിങ്ങൾ വിളിച്ചേ? ഇത്തവണ എന്താണോ ഞാൻ മോഷ്ടിച്ചേ? ലിസൺ, എനിക്ക് മനസ്സിലായി നിന്നെ പറ്റിയുള്ള ഡിസിഷൻ ഞാൻ എടുത്തത് വളരെ പെട്ടെന്നായിരുന്നു എന്ന്. പിന്നെ എനിക്കറിയാം അതുകൊണ്ട് എന്റെ ആഗ്രഹം നീ വീണ്ടും ഓഫീസിൽ ജോയിൻ ചെയ്യണമെന്നാണ്. എനിക്കറിയാം മിസ്റ്റർ പ്രണവ്, നിങ്ങൾ എന്തിനാണ് എന്നെ ഓഫീസിലേക്ക് തിരികെ വിളിക്കുന്നതെന്ന്. നിങ്ങളുടെ എല്ലാ മീറ്റിംഗും എല്ലാ ഫയൽസും തല തിരിഞ്ഞു പോയല്ലേ? ദാറ്റ്സ് വൈ യു ആർ കോളിംഗ് മീ. ആം ഐ റൈറ്റ്? എന്ത് ഭ്രാന്തായി വിളിച്ച് പറയുന്നത്? ഞാൻ നിന്നെ ഓഫീസിലേക്ക് തിരികെ വിളിച്ചെന്ന് എന്നോട് നീ താങ്ക്സ് പറയണോ അതോ തട്ടിക്കയറണോ? തട്ടിക്കയറിയത് നിങ്ങൾ എന്നോടായിരുന്നു. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനി നീ ഓഫീസിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു ആർ മോസ്റ്റ് വെൽക്കം. ഇനി വരുന്നില്ലെങ്കിൽ ഇറ്റ്സ് അപ് ടു യു. ഇത് മനുഷ്യനയാള് ഒരു സോറി പറയേണ്ടതിന് പകരം ഇങ്ങനെയൊക്കെ പറയണോ? എന്താ പറ്റിയത്? ചേച്ചി, ആ പ്രണവിന്റെ കോളായിരുന്നത്. അയാൾ പറയാണ് ഞാൻ ഓഫീസിൽ തിരികെ ജോയിൻ ചെയ്യണോന്ന്. മോളെ, നീ തിരികെ പോണം. പക്ഷെ ചേച്ചി, എനിക്ക് അയാളുടെ സാലറി വേണ്ട, അയാളുടെ ജോലിയും വേണ്ട. മോളെ, രാവിലെ ഞാൻ എന്താ നിന്നോട് പറഞ്ഞേ? നീ ജോലിക്കോ സാലറിക്കോ വേണ്ടി പോണ്ട. നിന്റെ മേലെ അകാരണമായി ആരോപിച്ച കുറ്റം ക്ലിയർ ചെയ്യാൻ വേണ്ടി ചെന്നാ മതി. അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കണം തെറ്റ് നീയല്ല ചെയ്തത്, തെറ്റിദ്ധരിച്ചത് അയാളാണെന്ന്. പക്ഷെ ചേച്ചി, നീ പറഞ്ഞല്ലേ യു വിൽ പ്രൂവ് ഹിം റോങ്. I will prove him wrong, ചേച്ചി. ആന്റി പറഞ്ഞിരുന്ന ജോലി അത് ചെയ്തായിരുന്നോ? ഞാൻ പോകാൻ തുടങ്ങിയത് അപ്പോഴാ സ്കൂട്ടറിന് എന്തോ കംപ്ലൈന്റ്. പ്ലഗിൽ എന്തെങ്കിലും അഴുക്ക് കയറിയതായിരിക്കും, ശരിയാക്കാൻ പറ്റുമെന്ന് നോക്കുമായിരുന്നു. ഞാൻ ആ മെക്കാനിക്കിനെ വിളിച്ചിരുന്നു, അവൻ വരാന്ന് പറഞ്ഞു. പക്ഷെ കുറച്ച് ലേറ്റ് ആവും. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലാസ്റ്റ് ടൈം നിങ്ങൾ സ്കൂട്ടറിന്റെ പ്ലഗ് ശരിയാക്കുമ്പോ ആ പ്ലഗ് ഈ സൈഡിലായിരുന്നു. പിന്നെ ഈ മാസത്തെ റെന്റ് കൊടുക്കണ്ടേ? അയാളെ ഞാൻ വിളിച്ചിരുന്നു, അയാളുടെ മകൻ വരും പൈസ വാങ്ങാനായിട്ട്. ഇലക്ട്രിസിറ്റി ബിൽ അത് ഓൺലൈൻ അടച്ചോളാം. ഡ്രൈ ക്ലീൻകാരനെ ഫോൺ ചെയ്തിട്ടുണ്ട്, പച്ചക്കറിക്കാരന്റെ നമ്പർ വാങ്ങിയിട്ടുണ്ട്, ന്യൂസ് പേപ്പറുകാരന്റെ പൈസ കൊടുത്തിട്ടുണ്ട്, കേബിളുകാരൻ അടുത്ത മാസമേ വരത്തുള്ളൂ. എനിക്കെല്ലാം ഓർമ്മയുണ്ട്. നിനക്കൊന്ന് പോകാവോ? നിങ്ങൾ പുറത്തു പോകാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് പേടിയാ, പുറത്തു പോകുമ്പോ രച്ചുവിനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഓർത്ത്. അതെ, എനിക്ക് പേടിയാണ്. ഞാൻ പേടിത്തൊണ്ടനാണ്. എന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ അവരും പേടിക്കും. എനിക്കറിയാം രച്ചു കള്ളം പറയുന്നതല്ലെന്ന്. പക്ഷെ ആളുകൾ എങ്ങനെ വിശ്വസിപ്പിക്കും? ആരുടെയൊക്കെ വായടപ്പിക്കും? ഞാനന്ന് ദേഷ്യം കൊണ്ട് പറഞ്ഞത് അവളുടെ DNA ടെസ്റ്റ് നടത്തുന്നൊക്കെ. എനിക്കതെങ്ങനെ ചെയ്യാൻ പറ്റും? ഞാൻ അവളുടെ ചേട്ടനല്ലേ. ഞാനത് ചെയ്യുവാണെങ്കിൽ ഏറ്റവും ആദ്യം ഞാനല്ലേ അവളുടെ സത്യസന്ധത ചോദ്യം ചെയ്യുന്നത്. അവളുടെ DNA ടെസ്റ്റ് നടത്തണമെന്ന് ഇത്രയും വലിയൊരു കാര്യം പറയാൻ അവർക്ക് അല്പം പോലും നാണം തോന്നിയില്ല. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. രച്ചുവിനെ അമ്മയും കൊണ്ട് മറ്റെവിടേക്കെങ്കിലും പോകാമെന്ന്. ഞങ്ങളെ ആരും അറിയാത്തിടത്തേക്ക്. അവിടെ എന്തെങ്കിലും ജോലി നോക്കാം. പിന്നെ രച്ചുവിന്റെ പേര് മാറ്റാം. അവളും എന്തെങ്കിലും ജോലി കണ്ടുപിടിച്ചോളൂ. വിദ്യാഭ്യാസം ഉണ്ടല്ലോ, സ്വന്തം കാലിൽ നിൽക്കാൻ അവൾക്ക് പ്രാപ്തിയുണ്ട്. എല്ലാം ശരിയാവും. പഴയതുപോലെ ഞങ്ങൾ ജീവിക്കും. പിന്നെ തല ഉയർത്താനാകാതെ സ്വന്തം കാലിൽ നിന്നിട്ട് എന്താ കാര്യം? ഇനി ശരിക്കും രച്ചുവിന്റെ തല ഉയർന്നിരിക്കുന്നത് കാണാനാണെങ്കിൽ അതിനൊരു വഴിയേ ഉള്ളൂ, DNA ടെസ്റ്റ്. ഇവിടെ നോക്ക് സുരേഷ്, എന്റെ മുഖത്തേക്കൊന്ന് നോക്ക്. എനിക്കറിയാം സുരേഷ്, ഒരു പെണ്ണിന് എത്ര ബുദ്ധിമുട്ടാണ് സ്വന്തം കുഞ്ഞിന്റെ അച്ഛന്റെ പ്രൂഫ് നൽകുക എത്ര ഇൻസൾട്ടിംഗ് ആണെന്ന്.
പക്ഷെ നമുക്കിത് ചെയ്തേ മതിയാകൂ സുരേഷ്. തെറ്റ് ചെയ്തവർ സമൂഹത്തിൽ മാന്യരായി നടക്കുകയും മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളുടെ കുടുംബം തലകുനിച്ചു നിൽക്കേണ്ടി വരുന്നത് എവിടുത്തെ ന്യായോ? പറ സുരേഷ്, ഇതെങ്ങനെ അനുവദിക്കും? സുരേഷ്, ആരൊക്കെയാണോ രച്ചുവിന് നേരെ വിരൽ ചൂണ്ടുന്നത് അവർക്ക് ചുട്ട മറുപടി കൊടുത്തേ പറ്റൂ. ആ അടി അവരുടെ മുഖത്ത് അപ്പോഴേ വീഴുള്ളൂ, DNA ടെസ്റ്റിന്റെ റിപ്പോർട്ട് അവരുടെ മുന്നിലെത്തുമ്പോ. സുരേഷ്, ഞാൻ ഈ ടെസ്റ്റ് നടത്താൻ പറയുന്നത് രച്ചുവിന്റെ ആകാശന്റെയും വിവാഹം നടത്താൻ വേണ്ടിയല്ല. അവർ തമ്മിലുള്ള കല്യാണം ഒരിക്കലും നടക്കരുത്. പക്ഷെ അവർക്കൊരു മറുപടി കൊടുക്കണം. രച്ചുവിന് വിവരവും വിദ്യാഭ്യാസവും ഉണ്ടെന്ന് എനിക്കറിയാം സുരേഷ്. അവൾക്ക് എവിടെയും ജോലി കിട്ടും. പക്ഷെ സുരേഷ്, നിങ്ങൾ രച്ചുവിനെ പഠിപ്പിച്ചത് വെറും ഒരു ജോലിക്ക് വേണ്ടിയാണോ? അവളുടെ അഭിമാനത്തിനും സമൂഹത്തിൽ അവളുടെ അവകാശത്തിനും പോരാടാൻ വേണ്ടിയല്ലേ? അവൾക്ക് തല ഉയർത്തി ജീവിക്കാനല്ലേ? നിങ്ങളുടെ കുഞ്ഞനുജത്തിയല്ലേ അവൾ? അവൾക്ക് നിങ്ങളുടെ സ്നേഹം ആവശ്യമാണ്. പക്ഷെ സമൂഹത്തിന് മുന്നിൽ അവളെ ചെറുതാകാൻ അനുവദിക്കരുത് സുരേഷ്. അതിനൊരിക്കലും അവസരം കൊടുക്കരുത്.